മനുഷ്യന്മാരുടെ ഏറ്റവും വലിയൊരു ഭയത്തിനെ നമുക്ക് ഈ വീഡിയോയിലൂടെ അഡ്രസ്സ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ മരണം എന്ന് പറയുമ്പോൾ പലർക്കും ഭയങ്കര പേടിയാണ്. സ്വാഭാവികം, അത് പ്രകൃതിദത്തമാണ്. അത് മനുഷ്യന്മാരായാലും മാത്രമല്ല, അത് മൃഗങ്ങളാണെങ്കിലും ഏത് ജീവജാലങ്ങളും പ്രകൃതിദത്തമായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റാണത്. മരിക്കാൻ നമ്മൾ സമ്മതിക്കൂല, നമുക്ക് വലിയ പേടിയാണ്. എന്നാൽ മനുഷ്യനൊരു വ്യത്യാസമുണ്ട്. മനുഷ്യന്മാർക്ക് നമ്മൾ മൃഗങ്ങളെപ്പോലെ അല്ലല്ലോ. പേടി എല്ലാവർക്കും, പേടി, പെയിന്, വേദന, സഫറിങ് പറയും, പ്രയാസം, ആ സാധനം മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ. അതായത് മൃഗങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു പുലി ഒരു മാനിനെ പിടിച്ചെന്ന് വിചാരിച്ചു, എന്തോ ഭാഗ്യത്തിന് മാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. ആ മാനിനെ നിങ്ങളൊരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ ആ മാന് സുഖമായിട്ട് പുല്ല് തിന്നുണ്ടാവും. അതായത് അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഓർമ്മയില്ല. അതായത് അതിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് അത്രേ ഉള്ളൂ. അതേസമയം അങ്ങനെ ഒരു അവസ്ഥ ഒരു മനുഷ്യന് വന്നാൽ എന്തായിരിക്കും? ട്രോമ ക്രിയേറ്റ് ആവും. പിന്നെ ജീവിതകാലം മുഴുവനും അത് അയാളെ ഹോണ്ട് ചെയ്ത് നിൽക്കും. അതിൻ്റെ പേരാണ് സഫറിങ്. അതായത് പെയിൻ. ഭയം ഒക്കെ ഒരു നാച്ചുറൽ സംഭവമാണ്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സാധനമാണ്. പക്ഷേ അതിന് സഫറിങ്ങിലേക്ക് കൊണ്ടുപോകുന്നതാണ് മനുഷ്യന്മാർക്കുള്ള പ്രശ്നം. അപ്പോൾ അതിന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട വെച്ചാൽ, ഒന്ന്, മരണം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായൊരു സംഗതിയാണ്. അതൊരു മനുഷ്യ ശരീരത്തിന് ജനനം പോലെ തന്നെ അനുഭവിക്കാൻ പറ്റിയ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു അനുഭവം. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. മരിക്കണ സമയമാകുമ്പോൾ ഒരു മനുഷ്യരുടെ ശരീരത്തിൽ എൻഡോർഫിൻസ് എന്ന് പറഞ്ഞ ഹോർമോൺ അതിശക്തമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പറഞ്ഞാൽ, അത് നമ്മളിപ്പോൾ ചില ആൾക്കാരൊക്കെ വളരെ സമാധാനത്തിൽ ചിരിച്ച് മരിച്ചു പോകണ എത്ര ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലേ? അതേസമയം വെറുതെ ആലോചിച്ച് ചിന്തിച്ചിട്ട്, എസ്പെഷ്യലി പുരോഹിതന്മാരാണ് ഇതിൻ്റെ പുറകിലിട്ടാവും. പുരോഹിതന്മാർ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ പോക്കറ്റ് അവർക്ക് ജീവിക്കണ്ടേ. അപ്പോൾ അവർക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ ദൈവത്തിനെക്കുറിച്ചൊക്കെ, ദൈവത്തിൻ്റെ മഹത്തരത്തെക്കുറിച്ചിട്ടും ജീവിതത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ചും സുഖത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പൈസ കൊടുക്കില്ല. പേടിപ്പിച്ചാൽ തന്നെ പൈസ കിട്ടുള്ളൂ. അപ്പോൾ ആളുകൾ പേടിപ്പിച്ച് പൈസ വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ഇവർക്ക് നിവൃത്തികേട് കൊണ്ട് ചെയ്യേണ്ടി വന്നത് കൊണ്ട് ഒരു മനുഷ്യന്മാർ, ഇപ്പോൾ ഉദാഹരണം പറയും, ഞാൻ മദ്രസയിലൊക്കെ പഠിച്ചിരുന്ന സമയത്തെ മരിക്കണ കാര്യത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. നബീൻ്റെ മരണവേദനയാണ് പോലും ഏറ്റവും ചെറുത്. നബീനെ നമ്മളൊരു ഓയിലില്ലേ, എണ്ണയിൽ നിന്നൊരു നൂല് വലിച്ചെടുക്കണ പോലെയാണ് നബീൻ്റെ ആത്മാവിനെ മലക്ക് വന്നിട്ട് വലിച്ചത്. അപ്പോൾ തന്നെ നബി പടഞ്ഞെന്ന് പറഞ്ഞു, ഭയങ്കരമായിട്ട് പെയിൻഫുള്ളായിരുന്നു. എന്നാൽ നമ്മളുടെയൊക്കെ എങ്ങനെയാണ് വലിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ കമ്പി വേലില്ലേ, അതുപോലെ കമ്പി കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കമ്പി പിടിച്ച് വലിക്കൂല, അത് ഒരാട്ട വലിയിരിക്കും. എന്തായിരിക്കും അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഇതൊക്കെ കേട്ടിട്ടാണ് ഇപ്പോൾ മുമ്പ് കുറച്ച് നിങ്ങളും കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ, ഒരു ഡോക്ടർ ICUവിൽ മനുഷ്യന്മാർ മരിക്കാൻ കിടക്കുന്നിടത്ത് ഹിന്ദുക്കൾ കൂളായിട്ട് മരിച്ചു പോകണം. ക്രിസ്ത്യാനികൾക്കും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ മുസ്ലിങ്ങൾ അയ്യോ ഇത് കഴിയുമ്പോഴേക്കും അടി പേട് പാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ ഇതൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഖുറാനിലൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചൊക്കെ ഉണ്ട്. ഇല്ലാത്ത കാര്യമൊന്നുമില്ല. പക്ഷേ അതിനൊക്കെ ഒരു കോണ്ടെക്സ്റ്റൊക്കെ ഇല്ലേ? അതായത് ഈ മനുഷ്യന്മാർ, ഇപ്പോൾ എനിക്കറിയുന്നൊരു കാര്യം ഷെയർ ചെയ്യട്ടെ. ഓക്കെ, ഈ ഗ്രന്ഥങ്ങളൊന്നും എനിക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. കാരണം അതൊക്കെ ഒരുപാട് ഗുണങ്ങളുമുണ്ട്, അതുപോലെ തന്നെ തെറ്റിദ്ധാരണകൾ കൊണ്ട് ഒരുപാട് ദോഷങ്ങളും വന്നിട്ടുണ്ട്. അതായത് ചിന്തിക്കുകയും എന്നാണ് പ്രധാനമായിട്ട് ഖുർആനിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ ഖുർആൻ എല്ലാ മനുഷ്യരാശിക്കും വേണ്ടിയിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യരാശി എന്ന് പറഞ്ഞാൽ ആരാന്ന് ആദ്യം മനസ്സിലാക്കണം. അത് നമ്മൾ ഈ അത്യാധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഇൻ്റർനെറ്റ് യുഗത്തിലുള്ള ആൾക്കാരെക്കുറിച്ച് മാത്രമല്ല മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ. കാട്ടറബികളുണ്ട്. കാട്ടറബികളുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? മനുഷ്യനാണോ എന്ന് വെച്ചാൽ മനുഷ്യനാണ്, മൃഗമാണോ എന്ന് വെച്ചാൽ മൃഗമാണ്. വിവരമില്ല, പെണ്ണ് കള്ള് ഇതല്ലാതെ വരുന്നവർക്കും മനസ്സിലാവില്ല. താത്വികമായി ഒരു കാര്യം പറഞ്ഞാലും ഇവർ അറ്റൻഷൻ കിട്ടില്ല. അപ്പോൾ അവരെ നന്മയിലേക്ക് നയിക്കണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആകർഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരിട്ടോ, പല കാട്ടുവാസികൾ കാണും, വിവരമില്ലാത്ത കുറേ മനുഷ്യന്മാർക്ക്. ഇവർക്കൊക്കെ ഈ സുഖം എന്നല്ലാണ്ട് വേറൊന്നും അവരെ ആകർഷിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ആകർഷിപ്പിച്ചിട്ട് പിന്നെ അവരെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ പേടിപ്പിക്കും. അതിന് പെയിൻ ആൻഡ് പ്ലഷർ എന്ന് പറയും. പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വടി കാണിച്ചിട്ട് പോത്തിനെ നടക്കണമെങ്കിൽ അല്ലേ, വടി പുറകെ കാണിച്ചാൽ പോത്ത് നടക്കും. അതുപോലെ പുല്ലും കെട്ട് മുന്നിൽ കാണിച്ച് നടക്കും. അതേ സൈക്കോളജി മെത്തേഡ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, എല്ലാ ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് പൊലിപ്പിച്ചിട്ട് ആളുകളെ പേടിപ്പിച്ചിട്ടാണ് ഈ പുരോഹിതന്മാർ പോക്കറ്റ് ഭയങ്കരമൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പണ്ട് കാര്യമില്ല, ഞാൻ അവർ കുറ്റം പറയില്ല, പക്ഷേ അവസരം അതായിപ്പോയി. എന്നാൽ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ മനുഷ്യന്മാർ പേടിച്ചിട്ട് നടക്കണം.
അപ്പോൾ സൈക്കോളജിക്കലി ഇപ്പോൾ നമുക്കൊരു ആക്സിഡൻറ്റ് കിടക്കാമെന്ന് വിചാരിച്ചു. അയാൾ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ കയ്യും കാലൊക്കെ നുറുങ്ങി കിടക്കുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കും അയ്യോ ഞാൻ എൻ്റെ ഇവിടെ ഒരു വിരൽ മുറുങ്ങിയപ്പോൾ അത് എത്ര പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഈ വിരലൊക്കെ കൂടി നുറുങ്ങി കിടക്കുമ്പോൾ എത്ര പെയിൻ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളവിടെ മരവിപ്പിലാണ്. അതായത് ഈ ബ്രെയിന് ടൈം ടു ടൈം അതിൻ്റെ പണി ഷിഫ്റ്റ് ചെയ്യുക, നമ്മളെ ജീവിതം എളുപ്പമാക്കി തരിക എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യം. അപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത എന്ത് സാധനം വന്നാലും അപ്പം മരവിപ്പ് എന്ന് പറഞ്ഞ അവസ്ഥയായിരിക്കും. ഒന്നുകിൽ ബോധം കിടും. മരിക്കണൊക്കെ സമയത്ത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കോഴിനെ അറുത്ത് കോഴി ഇങ്ങനെ പടയണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കോഴി വേദന കൊണ്ട് പടയാണ്. കോഴി അറിയുന്നില്ല, അത് മസിൽസിൻ്റെ സ്വാഭാവിക പ്രവൃത്തിയാണത്. കോഴിയുടെ തല കട്ടായി. പിന്നെ ബ്രെയിൻ ഇപ്പോൾ നമ്മൾ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓപ്പറേഷൻ നടത്തിയാൽ പറയോ ഇന്ന അവസ്ഥയാണ്. അവിടെ ശരീരം കിടന്നപ്പോൾ ഒരു മറ്റേ ഈ ചില മീനുകളൊക്കെ അല്ലേ ഈ മുഴു കണ്ണെന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ തല വെട്ടിയിട്ടാലും ബോഡി ചിലപ്പോൾ ഒരു തല പോയി, അത് പെയിൻ അറിയിക്കേണ്ട സാധനം പോയി, ബോഡി കിടന്ന് പടയും. എന്നിട്ട് അത് നോക്കിയിട്ട് ഇതിനൊക്കെ വേദനയോട് കണക്ട് ചെയ്യുന്നത് അബദ്ധം ചെയ്യരുത്. ഓക്കെ, ഒന്ന് മനസ്സിലാക്കുക. ജനിച്ചപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്. അത് പുറത്തേക്ക് വരാൻ വേണ്ടി ചിലരുടെ തലയൊക്കെ കൊഴുമുട്ട ആകൃതിയിലാണ്ടോ ആ പ്രഷറിൻ്റെ അടിക്കുന്ന ഒരു സ്ത്രീ പ്രസവിക്കുന്ന സമയത്ത് ഒരു ശരാശരി മനുഷ്യൻ അനുഭവിക്കാൻ പറ്റുന്ന വേദനയുടെ 4 ഇരട്ടി ഇവർ അനുഭവിക്കുന്നുണ്ട് അവിടെ. മനസ്സിലായി? പക്ഷേ അതൊന്നും അവരറിയുന്നില്ല. അതൊക്കെ സന്തോഷത്തിലുള്ള ആ എൻഡോർഫിൻ്റെ ഹരത്തിൽ അങ്ങ് ആ പെയിൻ ഉണ്ടെന്ന് ഇല്ലയെന്നല്ല പറഞ്ഞു. പക്ഷേ അതൊന്നും ഈ പറഞ്ഞാൽ അവർക്ക് രണ്ടാമത് പ്രസവിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. എത്ര പണിയും പ്രസവിക്കും. കാരണം അവർക്ക് ഇഷ്ടം ആ പെയിൻ. ദേ ലൈക്ക് ദാറ്റ് പെയിൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് ഘട്ടത്തിലാലും നമ്മൾ വിശ്വസിക്കുക. എവറിത്തിങ് ഈസ് ടേക്കൻ കെയർ. പ്രോഗ്രാമിൽ വന്നാൽ ഇവിടെ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോയാൽ റൈറ്റ് സൈഡിൽ മീറ്റിംഗ് റൂമുണ്ട്. ഞാൻ അബുദാബിയിലൊരു ഹോട്ടലിലാണ് ട്രെയിനിങ് വന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പിൽ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്താണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. വിശ്വസിച്ചാൽ എന്താ ഗുണം വെച്ചാൽ ഒറ്റ പ്രാവശ്യം മരിച്ചാൽ മതി. വിശ്വസിച്ചില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പലവട്ടം മരിക്കാം. ഏതാ വേണ്ടെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, സത്യം ഞാൻ പറഞ്ഞതാവാം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഏതോ ആയിക്കോട്ടെ. ഒന്ന് ഞാൻ പറഞ്ഞത് ശാസ്ത്രീയമായിട്ട് നിങ്ങൾ വേണമെങ്കിൽ നെറ്റിലൊക്കെ അടിച്ചു നോക്കും. എൻഡോർഫിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ട് മനുഷ്യൻ വളരെ ശാന്തതയിലേക്ക് പോകും. പിന്നെ ആ മരണം വളരെ സ്മൂത്തായിട്ടാണ് നടക്കുക. അയാൾ അറിയില്ല. പിന്നെ ചില ആൾക്കാർ പടയണമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ പെയിനാണ്, ആലോചിച്ചിട്ടുള്ള പടിയാണ്. പിന്നെ ശരീരം പടക്കണം കണ്ടിട്ട് അത് മനസ്സിൻ്റെ പടക്കലായിട്ട് കാണുന്നത്. ഓക്കെ, അയാൾ എന്താണ് അറിയണം, അയാൾ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ എവറിത്തിങ് ഈസ് ടേക്കൻ കെയർ. സ്റ്റേ കൂൾ, കാം, എൻജോയ് ദ ലൈഫ്. ഇപ്പോൾ ജീവനോട് ഇരിക്കുമ്പോൾ എന്തൊക്കെ നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ മാത്രം ചിന്തിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കുന്നതിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് ജീവിച്ച് മരിക്കുക, അല്ല മരിച്ച് ജീവിക്കുക. അങ്ങനെ ആവരുത്. സോ ഓൾ ദ ബെസ്റ്റ്. നിങ്ങളെ കമൻസൊക്കെ ഇട്ടോ. ഓൾറൈറ്റ്, ഞാൻ പറഞ്ഞ മാതിരി ഇട്ടാൽ മതി എന്ന് മാത്രം. മനസ്സിലായോ? എന്ത് നമ്മൾ പറഞ്ഞാലും നമ്മൾ വിവേകം ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം സുഗമമാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാഴ്ചപ്പാടുകളിലേക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു വിവേകം, പക്വത, പാകത. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഏതാ സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായത് അങ്ങനെ ആണത്. അങ്ങനെയാണ് അതിൻ്റെ രീതി. ഇനി ഇത് കൂടുതൽ വിശദമാക്കണമെങ്കിൽ ഞാനിപ്പോൾ ഇത്രയൊന്നും കുറച്ച് ഒരു വീഡിയോയിലൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ ഈ ചാനലിൽ ട്യൂൺ ചെയ്തേക്കുക. അപ്പോൾ പോകെ കാരണം ഇനി ഇൻ്റർനെറ്റ് യുഗം ആണ്, AI ഒക്കെ വരുന്നത്. കാലഘട്ടമൊക്കെ കീഴ്മേൽ മറിയാൻ പോവാണ്. നമുക്ക് ഈ പറഞ്ഞ പൊട്ടത്തരത്തിൽ നിന്ന് ടൈമില്ല. ഓക്കെ, നൗ ദ ടൈം ഫോർ ആക്ഷൻ. ജീവിച്ചിരിക്കുന്ന സമയത്ത് മാക്സിമം ആക്ഷനിലേക്ക് പോകേണ്ട സമയത്താണ്. നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതേക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം. റൈറ്റ്, ഇപ്പോൾ തൽക്കാലം നിർത്തട്ടെ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ബൈ.